നമസ്കാരം, വെൽക്കം ടു ഷൈനിബindhus റൈറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇന്ന് ഒരു ടോക്സിക് ഫ്രീ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു വാസലിൻ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എടുത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന വാസലിനിൽ പാരഫിൻ വാക്സും അതുപോലെ പെട്രോളിയം ഗ്രേഡിലുള്ള മിനറൽ ഓയിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മുടെ സ്കിന്നിൽ ഇടുമ്പോൾ ക്ലോഗ് ആകുന്നതും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നുകൾ ടാൻ ആകുന്നത് പോലെയും ഡള്ളാകുന്നത് പോലെ നമ്മുടെ ചുണ്ടുകളെല്ലാം കറുത്തു പോകുന്നത്. സാധാരണ ചിലർക്ക് കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ വാസലിൻ ചുണ്ടുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ കറുത്തു പോകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് ഇതിൽ പാരഫിൻ വാക്സും പെട്രോളിയം ഗ്രേഡിലുള്ള മിനറൽ ഓയിലും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊന്നുമില്ലാത്ത ടോക്സിക് ഫ്രീ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അതിനോടൊപ്പം തന്നെ നമുക്ക് ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്ന വാസലിൻ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള വാസലിനാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ തേനീച്ച മെഴുകാണ്, ബീസ്വാക്സ്. ഇത് ആയുർവേദ മരുന്ന് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. തേനീച്ച മെഴുക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും അതുപോലെ വീണ്ടും റീഹൈഡ്രേറ്റ് ചെയ്യാനും നമ്മെ സഹായിക്കുന്നതാണ് ബീസ്വാക്സ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത്, ഞാനിതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നിറച്ച് ഒരു സ്പൂൺ വേണം. അപ്പോൾ നിങ്ങൾ ഏത് സ്പൂണാണോ എടുക്കുന്നത് അത് വെച്ച് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്യുക. അത് വെച്ച് ഇപ്പം ഞാൻ ഇത് നിറച്ച് ഒരു സ്പൂൺ വാക്സ് വേണം. അപ്പോൾ അത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു സ്പൂണാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. ഞാനിത് വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ കോക്കനട്ട് ഓയിൽ അറിയാലോ, നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇതിൽ ലെലോനിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കാനും സഹായിക്കുന്നു. അതുപോലെ നറിഷ് ചെയ്യേണ്ട ഫാറ്റി ആസിഡൊക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 5 സ്പൂൺ. നിങ്ങൾ ഏത് സ്പൂൺ എടുക്കുന്നോ അതിൽ 5 സ്പൂൺ എടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 സ്പൂൺ എടുക്കുകയാണ്. അപ്പോൾ 5 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ അറിയാലോ, നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കാസ്റ്റർ ഓയിൽ. അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗലുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. അത് കാരണം തന്നെ ഇത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. ഇത് വേണ്ടത് നമ്മൾ എത്ര കോക്കനട്ട് ഓയിൽ എടുത്തോ അതിൻ്റെ പകുതി, അതായത് 2.5 സ്പൂൺ എടുക്കണം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇതിനെ മൈനസ് ചെയ്തിട്ട് കോക്കനട്ട് ഓയിലും ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ കാസ്റ്റർ ഓയിൽ കൂടുതൽ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഞാൻ 2.5 എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഇതിൽ വേണമെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ഒരെണ്ണം ഒഴിച്ചു കൊടുക്കാം. കാരണം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും സഹായിക്കും. അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെയൊക്കെ മാറ്റാനും സഹായിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഒഴിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് ഫൈനലായിട്ട് ഒരു എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ഫ്ലേവറിന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത്രയാണ്. നമുക്കിനി ഇതിനെ ഒന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കാം. ചൂടാവട്ടെ വെള്ളം. അപ്പം വെള്ളം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിനെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ തീ കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കേണ്ടായിരുന്നു. ഞാൻ എടുത്ത പാത്രം ചെറുതായിപ്പോയി, കുഴപ്പമില്ല. കൈ ചൂടാവാതെ എടുക്കണം. അപ്പോൾ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനിനി തീ ഓഫാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീസ്വാക്സ് എല്ലാം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എസൻഷ്യൽ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിക്കുന്ന റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിലാണ്. റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിൽ ആൻറ്റി ഫംഗലായിട്ടും ആൻറ്റി ബാക്ടീരിയലായിട്ടും ഒക്കെ പ്രവർത്തിക്കും, നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എസൻഷ്യൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇത് ഓപ്ഷണലാണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണം. എന്നാലും എൻ്റെ ഫേവറേറ്റ് ലാവണ്ടറാണ്. ഇതൊരു മരുന്നിൻ്റെ മണം പോലെയാണ്. അത് കാരണം എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ
ഞാനിങ്ങനെ ഒരു പഴയ വാസലിൻ്റെ ബോട്ടിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂട് തണുക്കുന്നതിന് മുമ്പ് ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് സെറ്റായി പോകും. അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്കൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് കാണാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വാസലിൻ ഇവിടെ റെഡിയാണ്. നമ്മുടെ വാസലിൻ കണ്ടോ, അപ്പോൾ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വാസലിൻ ഇവിടെ റെഡിയാണ്. ഈസി പണിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനമൊക്കെ എടുത്ത് വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തേനീച്ച മെഴുക് മാത്രം തന്നെ പുറത്തു നിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ടാറ്റാ.